അനാദിയായും ശാശ്വതമായും ദൈവമായ നമ്മുടെ ത്രിയേക ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. സ്വർഗോന്നതികളെ വെടിഞ്ഞ് നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ വന്ന പാപരഹിതമായ ജീവിതത്തിലൂടെ മാതൃകയെ കാണിച്ചു തന്ന, പാപപരിഹാരയാഗമായി സ്വയം തീർന്നതിലൂടെ നമുക്ക് നിത്യരക്ഷയൊരുക്കിയ കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങളെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ അറിയിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 19:7, 8, 9 വാക്യങ്ങളിലാണ് നിൽക്കുന്നത്. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം വന്നു, കുഞ്ഞാടിന്റെ കാന്തയായ സഭയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ എന്ന് വായിക്കുന്നു. അപ്പോൾ ദൈവസഭ ക്രിസ്തു എന്ന കാന്തന്റെ പട്ടമഹർഷിയായി, കാന്തയായി വിവാഹത്തിന് എങ്ങനെ തന്നെത്താൻ ഒരുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അതേ സംബന്ധിച്ച് തിരുവെഴുത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നാം ചെയ്യുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഓടിച്ചൊന്ന് നോക്കുന്നു. അതില് 16 കാര്യങ്ങളാണെന്ന് തോന്നുന്നു, അല്ലെ? നമ്മൾ ചിന്തിച്ചത് 17ആയി. ഇന്ന് 18ാമത്തേതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെ? ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ ചിന്തിച്ച 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒന്ന്, ഇന്നലെ നമ്മൾ ചിന്തിച്ചത് 1 Thessalonians 5:23. Be completely sanctified and blameless. പൂർണ്ണമായും അല്ലെങ്കിൽ അശേഷം നാം വിശുദ്ധീകരിക്കപ്പെട്ടവരും നിഷ്കളങ്കരുമായി തീരുക എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, കർത്താവിന്റെ വരവിനായി ബന്ധപ്പെടുക. കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുക. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും നമ്മൾ കണ്ടത് ഹേസൻ ഹിസ് കമിങ്. കർത്താവ് പെട്ടെന്ന് വരണം, നമ്മുടെ കർത്താവ് വേഗം വരണം. അതിനുവേണ്ടി നമ്മൾ കർത്താവിനെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ബന്ധപ്പെടുത്തുക അതെങ്ങനെ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. മറ്റതും 3ാമത്തേതും അല്ലെങ്കിൽ 17ാമത്തേതും നമ്മൾ 2 പത്രോസ് 3:ന്റെ 11ാമത്തെ വാക്യത്തിൽ നിന്നുമാണ് കണ്ടത്. Be holy and godly. Be holy and godly. വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി നാം ആയിരിക്കണം. കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അവിടെയും അടുത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചതായതുകൊണ്ട് ആ കൂട്ടത്തിലങ്ങ് വിടുകയാണ്. നീതി വസിക്കുന്ന ഭൂമിക്കായിട്ട് കാത്തിരുന്നും കൊണ്ട്. അപ്പം കർത്താവിനോടൊത്തുള്ള വാസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അതിന്റെ 10, 11 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അതല്ലേ? വായിച്ചോ. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കും.
സ്തോത്രം. അപ്പോൾ അവിടെ നമുക്ക് 18-ാമത്തേതായിട്ട് തന്നെ അതങ്ങ് എടുക്കാം. നേരത്തെ കാത്തിരിക്കുക, പ്രത്യാശിക്കുക എന്നൊക്കെ ഉള്ളത് ഇതിനോടനുബന്ധിച്ച് തന്നെയാണെങ്കിലും ഒരു വിഷയം കൂടെ ഇതിനോട് കൂട്ടിച്ചേർക്കാം. 18-ാമത്തെ ഭാഗമായിട്ട് എങ്ങനെ നമുക്ക് ക്രിസ്തുവിന്റെ കാന്തയായി കർത്താവിന്റെ കല്യാണത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. അതിന്റെ 18-ാമത്തെ ഒരുക്കമാണ്. 2 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായി. ഇന്ന് നമ്മൾ കാണുന്ന ആകാശ ഭൂമികൾ, ഇവിടെയുള്ള പണികൾ, അടിസ്ഥാനപരമായി അതിൻ്റെ മൂലപദാർത്ഥങ്ങൾ വരെ കത്തി അഴിവാൻ, നശിച്ചു പോകുവാൻ ഉള്ളതായിരിക്കയാൽ. മറ്റൊന്ന്, ഇനി വെളിപ്പെടുവാനുള്ള ആകാശഭൂമികൾ അത് നിത്യമായിരിക്കയാൽ ആ നിത്യമായതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ വേണമെങ്കിൽ ക്രോഡീകരിക്കാം. ഈ നശ്വരമായതിനെ വിട്ട് നിത്യമായതിനെ പ്രാപിക്കുവാനുള്ള അത്യാർത്തി, ഒരുക്കം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇത് അഴിഞ്ഞു പോകുവാനുള്ളതാണെങ്കിൽ, ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഈ അഴിഞ്ഞു പോകുവാനുള്ളത് കിട്ടിയില്ലെങ്കിലും നമുക്ക് നിരാശയില്ല. നഷ്ടപ്പെട്ടാലും ഇത്രേ ഉള്ളല്ലോ എന്ന് നമ്മൾ കരുതും. ഇത് നശ്വരമാണ് എന്നുള്ള തിരിച്ചറിവ്. ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ താൽക്കാലികമാണെന്ന്, നാം നേടുന്നതൊക്കെ നശ്വരമാണ് എന്നൊരു തിരിച്ചറിവ്. We should have very concrete conviction that this what is visible is corruptible. We should have this conviction of the temporal state of this universe, everything pertaining to it. ഈ ലോകവും ഇന്ന് കാണുന്ന സകലവും അതുമായി ബന്ധപ്പെട്ടതും താൽക്കാലികമാണ്, നശ്വരമാണ്, നിലനിൽക്കുന്നതല്ല എന്ന വലിയ തിരിച്ചറിവ് നമുക്ക് വേണം. വലിയ തിരിച്ചറിവ് നമുക്ക് വേണം. പോയാലും നഷ്ടപ്പെടാനൊന്നുമില്ല, പിടിച്ചു വച്ചാലും നമുക്ക് നേടാനും ഒന്നുമില്ല എന്ന തിരിച്ചറിവ്. മനസ്സിലായോ? പോയാലും നഷ്ടപ്പെടാനൊന്നുമില്ല, പിടിച്ചു വച്ചാലും നേടാനൊന്നുമില്ല എന്ന തിരിച്ചറിവ്. അങ്ങനെ വരുമ്പം നാം ഇതിനെ സ്നേഹിക്കത്തില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഈ നശ്വരമായതിനോട് ഒരു അടുപ്പം, ഒരാസക്തി ഒക്കെ ഉണ്ട്. സ്തോത്രം. But today we are very much attracted to and also attached to this visible, perishable world and worldly things. ക്ഷണികവും നശ്വരവുമായ ഈ താൽക്കാലിക ലോകത്തിലെ നേട്ടങ്ങളോട്, ശ്രേഷ്ഠതകളോട്, സമ്പത്തിനോട് ഒക്കെ നമുക്ക് ഒരുതരം ആകർഷണീയതയുണ്ട്. അതിനോട് നമുക്ക് വളരെ അറ്റാച്ച്മെന്റ്, ഒത്തിരി അടുപ്പമുണ്ട്. അതിനോട് ഒരു വിധത്തിൽ ഉള്ള അഡിക്ഷൻ, ആസക്തിയുണ്ട്.
പക്ഷേ കർത്താവിന്റെ വരവിനായി, കുഞ്ഞാടിന്റെ കല്യാണത്തിനായി നമ്മെ തന്നെ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് നാം എന്ത് ചെയ്യണം? ഇതെല്ലാം നശ്വരമാണെന്നുള്ള ആഴമേറിയ ബോധ്യത്തിലേക്ക് വരണം. അതുകൊണ്ട് നമുക്കിതിനോട് സ്നേഹം, അടുപ്പം ഒന്നും ഉണ്ടാവില്ല. അതാണ് യോഹന്നാൻ 1-ാം ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പറയുന്നത്. 1 John 2:15-16. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്ന് അല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കണ്ടോ? ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. പ്രധാനമായും 3 കാരണങ്ങൾ അല്ലെങ്കിൽ 2 കാരണങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, the source is the reason. 2, its durability. 2 കാര്യങ്ങളാ നാം ലോകത്തെ സ്നേഹിക്കാതിരിക്കേണ്ടതിന് യോഹന്നാൻ പറയുന്നത്. ഒന്ന്, അതിന്റെ സ്രോതസ്. God is not the source of these things. ലോകവും അതിലുള്ളതും ലോകവും അതിന്റെ മോഹങ്ങളും ആരിൽ നിന്നല്ല? പിതാവിൽ നിന്നല്ല. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നല്ല, പിന്നെ ലോകത്തിൽ നിന്ന് തന്നെ. എന്ന് വെച്ചാൽ ലോകത്തിന്റെ ദൈവമായ പിശാചിൽ നിന്ന്. സോഴ്സ്, സ്രോതസ് ദൈവമല്ല എന്നതുകൊണ്ട് ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കാത്തവയെ നാം സ്നേഹിക്കരുത്. 2, ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു. അതിന്റെ കറപ്റ്റിബിലിറ്റി, അതിന്റെ നശ്വരത ഒഴിഞ്ഞു പോകുന്നു, ഇല്ലാതെയായിത്തീരുന്നു, ക്ഷണീകമാണ്. ഡ്യൂറബിലിറ്റി. ഈ 2 കാരണങ്ങളാൽ നാം ഇതിനെ സ്നേഹിക്കരുത്. അപ്പോൾ കർത്താവിന്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് ഈ ലോകത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള, ക്ഷണീകതയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ഉത്ബോധം. അതുകൊണ്ട് അതിന് അത്രമാത്രമേ നമ്മൾ വില കൽപ്പിക്കാവൂ. നാം കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങും തോറും ഈ ബോധം നമ്മെ ഭരിക്കും. ഈ ബോധം നമ്മെ ഭരിക്കും. ഇത് നശ്വരമാണ്, ഇത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടബോധം തോന്നാത്ത ഒരു നിലയിലേക്ക് വരും. ഇന്നാണെങ്കിൽ നമ്മുടെ അല്പം പണം നഷ്ടപ്പെട്ടാൽ, അല്പം മാന്യത, ഒരാൾ നമ്മളെ മാനിക്കുന്നില്ലെന്ന് തോന്നിയാലൊക്കെ നമുക്ക് വലിയ പ്രയാസം തോന്നാറുണ്ട്. രണ്ടാമത്, അതിൽ തന്നെ ഈ 18-ാമത്തേതിന്റെ 2-ാം ഭാഗമായിട്ടാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കണ്ടത്. ഇത് നശ്വരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെ വിട്ടുകളയാൻ നാം ഒരുക്കമാകുമ്പോൾ തന്നെ എന്തു വേണം? അനശ്വരമായതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം. സ്തോത്രം. An increasing appetite, longing for that is invisible, or the revelation of the invisible, and inheritance of the imperishable. ഇന്ന് നമുക്ക് ദൃശ്യമായതെല്ലാം ഇങ്ങനെ
നശ്വരവും താൽക്കാലികവുമാണ്, അത് പോയാലും പോകട്ടെ എന്ന ബോധ്യം വരുമ്പോൾ തന്നെ മറ്റൊന്ന് വേണ്ടത് അദൃശ്യമായതിൻ്റെ വെളിപ്പാടിന് വേണ്ടിയും അനശ്വരമായതിൻ്റെ അവകാശത്തിന് വേണ്ടിയും നാം കാത്തിരിക്കുന്നവരും കൂടെ ആകണം. സ്തോത്രം. അതാണ് പത്രോസ് അവിടെ ഒടുവിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. ദൈവദിവസത്തിന്റെ വരവ് കാത്തിരിക്കണം. ദൈവദിവസത്തിന്റെ വരവിനെ ബന്ധപ്പെടുത്തണം. എന്നിട്ടാണ് പറയുന്നത്, അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഇതാണ് 18-ാമത്തേത്. ഇത് ഈ ദ്വിമുഖിയായ സംഗതി എന്തുമാത്രമുണ്ട്, എന്തുമാത്രം ആഴത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ലോകത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള ബോധം ഓരോ വർഷം ഓരോ ദിവസവും കഴിയും തോറും നമ്മിൽ വർദ്ധിക്കുകയാണോ അതോ കുറഞ്ഞു വരികയാണോ? ഈ നശ്വരമായ ലോകത്തോടുള്ള നമ്മുടെ ആകർഷണീയതയും അറ്റാച്ച്മെന്റും അതിനോടുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കുകയാണോ കുറയുകയാണോ? സ്തോത്രം. ഉത്തരം പറയണമെന്നില്ല, നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. നമ്മിൽ മിക്ക പേരിലും ലോകത്തോടുള്ള നമ്മുടെ അടുപ്പം കൂടുകയാണ്. അതിനൊരു കാരണം കൂടെയുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ലോകത്തിലെ നമ്മുടെ നിക്ഷേപങ്ങളും കൂടിക്കൂടി വരിക. ശരിയല്ലേ? കൂടി വരുന്നു. അത് കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും പലതും അത് തന്നെയല്ലേ? ഇവിടുത്തെ നമ്മുടെ സാമ്രാജ്യം വലുതാക്കാൻ, നമ്മുടെ സ്വത്ത്, നമ്മുടെ നിക്ഷേപങ്ങൾ, നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത് ഓരോ വർഷം കഴിയും തോറും വർദ്ധിക്കുകയല്ലേ? അസറ്റ്സ് നമ്മുടേത് കൂടുകയല്ലേ? ആണ് എന്നുള്ളത് പൊതുവായി നമുക്കറിയാം. ഇനി അതും കൂടാതെ നമ്മളിനിയും ടാക്സിന് ഒക്കെ ഫയലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് കണക്ക് നമുക്ക് കിട്ടും. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നമ്മുടെ അസറ്റ്സ് എന്തുമാത്രം വർദ്ധിച്ചിട്ടുണ്ട്. ഡിപ്രീഷിയേഷൻ ചെയ്യുന്നത് വേറൊരു കാര്യം, അതോടെ കിടക്കട്ടെ. അതല്ലാതെ ഓരോ വർഷവും നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്, നമ്മുടെ നിക്ഷേപത്തിൽ വർദ്ധിച്ചു വരുന്നത് ഒക്കെ നോക്കിക്കേ. സ്തോത്രം. അങ്ങനെ നമ്മളുടെ സമ്പത്ത്, ഭൗതിക സമ്പത്ത് ഓരോ വർഷം കഴിയും തോറും വർദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് പറ്റിച്ചേരുകയാണോ അതിൽ നിന്ന് വിട്ടുപോരുകയാണോ? കൂടെയൊന്ന് വരാമോ? സ്തോത്രം. ഇത് രണ്ടും ശരിയല്ലേ? നമുക്ക് ഓരോ വർഷം കഴിയും തോറും മിക്കവരുടെയും സ്ഥിതി വർദ്ധിക്കുന്നു എന്നുള്ളതല്ലേ ശരി? വർദ്ധിക്കുന്നില്ല. വെരി ഗുഡ്. അതുകൊണ്ട് ഇപ്പം ഇവിടെ വലിയ അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരുന്നു. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. സ്തോത്രം.
നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? സ്തോത്രം. അല്ല അല്ല എന്റേത് ഇയർലി 3% കൂടത്തുള്ളൂ. അത് സ്റ്റേറ്റാ കൂട്ടുന്നത്, നോട്ട് മീ. അതായിക്കോട്ടെ. ഇതെല്ലാം ഇപ്പം പറഞ്ഞത് മിക്കപേരും ഒക്കെ റിട്ടയേർഡ് ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ കൂടിക്കൊണ്ടിരിക്കും. അതെ. അത് കഴിഞ്ഞിട്ട് ഉള്ളതൊക്കെ മിക്കപ്പോഴും നമ്മൾ മക്കളുടെ പേരിലേക്കൊക്കെ മാറ്റുകയും ചെയ്യും. എന്നാൽ പൊതുവെ ഞാൻ പറഞ്ഞ കാര്യം അതെ. ഇനി നമുക്ക് കുറയുന്നു എന്ന് വന്നാലും, ഇപ്പൊ വർക്കിച്ചാൻ പറഞ്ഞതുപോലെ കുറയുന്നു എന്ന് വന്നാലും അത് നമ്മൾ കർത്താവിന് വേണ്ടി ചിലവിട്ടുകൊണ്ട് കുറയുന്നതാണോ? പല സമയത്തും അല്ലെന്നുള്ളതല്ലേ ശരി. സ്തോത്രം. ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വായിച്ചു. ഒരുപക്ഷെ ആ പേര് നമ്മളും കേട്ടിട്ടുണ്ടാകാം. വില്യം ഹോപ്കിൻസ് എന്ന് പറയുന്ന ഒരു ഹോപ്കിൻസ് കുടുംബം. അവരെക്കുറിച്ച് ഞാൻ വായിച്ചത് 90% അവരുടെ വരുമാനത്തിന്റെ 90% ചൈത്ത് കൊടുക്കുന്നവരായിരുന്നു. ചൈത്ത് അവർ വെച്ചിട്ട് ബാക്കിയുള്ള 90% കർത്തൃവേലയ്ക്ക് വേണ്ടി ചിലവിടുന്ന ഒരു കുടുംബം. സ്തോത്രം. പാവപ്പെട്ടവരുടെ ഉദ്ധാരണത്തിനായിട്ട്, ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഒക്കെ. ചൈത്ത് കൊടുക്കുക എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കരുത്, ഉപദേശിമാർക്ക് കൊടുക്കുന്ന പണം മാത്രമല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ കാര്യമാണ് പറയുന്നത്. 1950s ഇന്നും അങ്ങനെ കോൾഗേറ്റ് കോൾഗേറ്റിനെ കുറിച്ചും അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, കോൾഗേറ്റ് കമ്പനിയുടെ ഉടമസ്ഥനും അങ്ങനെ ചെയ്തത്. അതെ. അതുപോലെ കാഡ്ബറീസ് തുടങ്ങിയ ആളും അവരാണല്ലോ ഈ ഫോർസ്ക്വയർ ചർച്ചൊക്കെ ഉണ്ടാക്കി. അല്ല ഓക്കെ. അല്ല അവരും അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടു. കോൾഗേറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോൾഗേറ്റ് പേസ്റ്റ് വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആൾക്കാര് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതിന്റെ വരുമാനം ഉപയോഗിക്കുന്നു എന്നുള്ള നിലയിൽ. അപ്പൊ പറഞ്ഞു വന്നതിന്റെ സാരം, നമുക്ക് അസറ്റ്സ് കൂടരുതെന്നോ വരുമാനം കൂടരുതെന്നോ ഒന്നുമല്ല. പ്രൈവറ്റ് സെക്ടറിലും ജോലി ചെയ്യുന്നവർക്ക് സമയാസമയങ്ങളിൽ ഇൻക്രിമെന്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ജോലി വിട്ട് കൂടുതൽ ശമ്പളമുള്ള മറ്റൊരു ജോലിയിലേക്ക് പോകും. ഇതൊന്നും പാപമാണെന്നല്ല പറഞ്ഞത്. എന്നാൽ നമുക്ക് നമ്മൾ ജോലി ചെയ്യുകയോ നമ്മൾ ബിസിനസ് ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പൊതുവായിട്ട് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ സമ്പാദ്യം വർദ്ധിക്കും. അത് പണമായിട്ടായാലും വസ്തുവകകളായിട്ടായാലും വണ്ടിയായിട്ടായാലും മൊബൈലായിട്ടായാലും ഒക്കെ. ഇങ്ങനെ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് കൂടുതൽ അടുത്തു പോകുന്ന ഒരു പാപമുണ്ട് എന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യം പറഞ്ഞതാ. ലോകത്തിലത് സ്വാഭാവികമാണ്.
നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുമെന്നുള്ളത്. പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ എല്ലാവരുടെയും സമ്പത്ത് എല്ലാ വർഷവും വർദ്ധിക്കും. പക്ഷെ അങ്ങനെ വർദ്ധിച്ചാലും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, സ്തോത്രം, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. മനസ്സ് വെക്കരുത്. വർദ്ധിക്കുമെന്നുള്ളത് ശരിയാ, അതിൽ തെറ്റൊന്നുമില്ല. ന്യായമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന നന്മകൾ അത് വർദ്ധിക്കുന്നതിൽ തെറ്റില്ല, അത് പാപമല്ല. പക്ഷെ അതിൽ മനസ്സ് വയ്ക്കരുത്. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ പാപമാകും. അങ്ങനെയാണെങ്കിൽ ഈ 18-ാമത്തെ വിഷയം നമ്മൾ പഠിച്ചതിൽ നിന്ന് വിപരീത ദിശയിലായിരിക്കും സഞ്ചാരം. 18-ാമത്തേത് മനസ്സിലായോ? 2 വശങ്ങൾ. എങ്ങനെ സഭ അല്ലെങ്കിൽ വിശുദ്ധന്മാർ കർത്താവിന്റെ വരവിനായി, കുഞ്ഞാടിന്റെ കല്യാണത്തിനായി തന്നെ താൻ ഒരുക്കണം. 18-ാമത്തെ കാര്യമാണ് നമ്മൾ 2 പത്രോസ് 3:10 മുതലുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് ചിന്തിച്ചത്. ഈ ലോകത്തിന്റെ നശ്വരത മനസ്സിലാക്കി അതിൽ നിന്നും മനസ്സ് മാറ്റുക, വരുവാനുള്ളതിന്റെ അനശ്വരത മനസ്സിലാക്കി അതിനുവേണ്ടി കാത്തിരിക്കുക. 19-ാമത്തെ കാര്യം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും? ഒന്നുമില്ല എങ്കിൽ 19-ാമത്തെ കാര്യം വളരെ സാധാരണമായ ഒരു സംഗതിയാണ്. പ്രേ ഫോർ ഹിസ് കമ്മിങ്. കുഞ്ഞാടിന്റെ കല്യാണത്തിനായി, കർത്താവിന്റെ വരവിനായി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാ യോഗം കഴിയുമ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ബൈബിളിൽ നമ്മൾ കാണുന്ന ദൈവസഭയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന, ദ ലാസ്റ്റ് പ്രേയർ ഓഫ് ദ ചർച്ച് ഇൻ ദ ബൈബിൾ, വെളിപ്പാട് 22-ന്റെ 30-ാമത്തെ വാക്യം. 20-ാമത്തെ വാക്യം. 20-ാമത്തെ വാക്യം. കർത്താവായ യേശുവേ വരേണമേ. വരയണം. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. സഭ പറയുകയാണ്, സഭയുടെ പ്രതിനിധിയായിട്ട് യോഹന്നാൻ പറയുകയാണ്, ആമേൻ. എന്നിട്ട് വീണ്ടും പറയുന്നു, കർത്താവായ യേശുവേ വരയണമേ. അതേപ്പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചിലർ അതിനെ സംബന്ധിച്ച് പറയുന്നത്, കർത്താവ് വേഗം വരുന്നെന്ന് പറയുമ്പോൾ സഭ വരണയെന്നേ പറയുന്നുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ആമീൻ എന്നാദ്യം പറയുന്നു. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. സഭ അല്ലെങ്കിൽ സഭയുടെ പ്രതിനിധിയായ യോഹന്നാൻ പറയുന്നു, ആമീൻ. ആമീന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. അങ്ങ് പറഞ്ഞതുപോലെ വേഗം വരയണമേ എന്നാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, കർത്താവായ യേശുവേ വരയണമേ. അപ്പൊ ഇത് സഭയുടെ പ്രാർത്ഥനയാണ്. ഇതാണ് നമ്മളെല്ലാ യോഗം കഴിയുമ്പോഴും പറയുന്നത്, ആമീൻ കർത്താവ് യേശുവേ വരയണമെന്നോ വേഗം വരണമെന്നോ പറയുന്നു. അല്ലെങ്കിൽ വേഗം വരണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ പറയും. പക്ഷെ അർത്ഥം മനസ്സിലാക്കിയും ഗൗരവത്തോടുകൂടിയുമാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. വെറുതെ യോഗം തീരാനുള്ള ഒരു മണിയടി പോലെ ഇതിനെ കാണരുത്. സ്കൂളിലെ ഒരു മണിയടി ഉണ്ടല്ലോ, അതുപോലെയല്ല. വളരെ ഹൃദ്യമായി ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഇത്. ഈ പ്രാർത്ഥന നമ്മുടെ യോഗങ്ങളുടെ അവസാനം പറയുന്ന ആ ഒരു പ്രസ്താവനയിൽ തീരരുത്. അതിൽ യോഗം തീരുമ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ
നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കർത്താവിനോട് നമ്മൾ പറയേണ്ടതാണിത്. കർത്താവേ, താമസിക്കല്ലേ, വേഗം വരണേ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, പരീക്ഷ നിറഞ്ഞ ലോകത്തിൽ, സാത്താന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ വയ്യ കർത്താവേ, വയ്യ, വേഗം വരണേ. സ്തോത്രം. കല്യാണം കഴിച്ച് അധിക ദിവസമാകുന്നതിന് മുമ്പേ അങ്ങ് വിദേശത്ത് പോയതാ ഭർത്താവ്. ഭർത്താവിന്റെ വീട്ടിലാ, ഭർത്താവിന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും കൂടെ ഇപ്പം പുതുമണവാട്ടി താമസിക്കുന്നത്. ഒന്നും അങ്ങോട്ട് ഇണങ്ങിയിട്ടില്ല. അതിന്റെ കൂടെ അമ്മാവിയമ്മയും നാത്തുമാരും ഒരല്പം പ്രശ്നക്കാരും കൂടെയാണെങ്കിൽ പോയതേ ഉള്ളെന്നറിയാം, സമയമെടുക്കുമെന്നറിയാം. എന്നാലും ഓരോ പ്രാവശ്യവും ഫോൺ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും എന്തായിരിക്കും ആ പെൺകുട്ടി അവളുടെ ആ പുതുമണവാളനോട് പറയുന്നതെന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. ഇതുപോലെ അവളുടെ മനസ്സിനകത്ത് ഒറ്റ ആഗ്രഹമുള്ളൂ, എത്രയും പെട്ടെന്ന് ആ ദിവസം ഒന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്ന, എൻ്റെ വിസയും ടിക്കറ്റും കൂടെ കിട്ടുന്ന ആ ഒരു ദിവസം. അവളുടെ ആർത്തി അത് വെച്ച് അവൾ ഓരോ പ്രാവശ്യവും, ഇപ്പൊ നടക്കത്തില്ലെന്നറിയാം, താമസമെടുക്കുമെന്നറിയാം, 1 വർഷത്തിനകമേ കാര്യം ക്രമീകരിക്കപ്പെടുമെന്ന് അറിയാം, എന്നാലും അവളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അവനോട് തുറന്നു പറയും. അടുത്ത ഇന്ന മാസം ഒന്ന് പെട്ടെന്ന് വന്നാ മതി. എന്നാലും ദൈവം വല്ല അത്ഭുതവും ചെയ്തോ എന്നറിയാൻ വേണ്ടിയെങ്കിലും അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ ദൈവത്തിന്റെ സഭ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, കാന്താ, സ്തോത്രം, ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ലേ, അങ്ങത് അറിയുന്നുണ്ടല്ലോ, വേഗം വരണേ. അപ്പൊ യോഗാവസാനം വെളിപ്പാട് 22:20 ഉദ്ധരിക്കലല്ല ഈ പ്രാർത്ഥന. പകരം കർത്താവിനോട് ഉള്ളു തുറന്ന് മനഃപൂർവമായി പറയുകയാണ്, കർത്താവേ, വേഗം വരണേ. സ്തോത്രം. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ലേ. സ്തോത്രം. അപ്പൊ പ്രാർത്ഥിക്കുക ഹൃദ്യമായിട്ട് വേണം, വളരെ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ. അതാണ് 19-ാമത്തെ, അല്ലേ, 19-ാമത്തെ കാര്യം. Pray for, rather earnestly pray for the coming of the Lord. സ്തോത്രം. അടുത്തത് ഇരുപതാമത്തെ കാര്യം. Repent and be restored. Repent and be restored. മാനസാന്തരപ്പെടുകയും യഥാസ്ഥാനപ്പെടുകയും ചെയ്യുക. രണ്ടായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് ചിന്തിക്കാം. നല്ല എളുപ്പം കാര്യങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് എടുക്കുക. ഈ ചിന്തയ്ക്ക് പ്രധാനമായിട്ടും അടിസ്ഥാനം വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളാണ്. 7 സഭകളോടുള്ള
യേശുക്രിസ്തുവിന്റെ ദൂത് നമ്മൾ കേട്ടു. എഫെസോസ് തൊട്ട് ലവോദിക്യ വരെയുള്ള 7 സഭകൾക്കുള്ള ദൂത്. We have already learned from chapters 2 and 3 of Revelation about Christ's messages to the 7 churches beginning from Ephesus to Laodicea. അതിൽ സ്മുർണ, ഫിലദൽഫിയ 2 സഭകൾ ഒഴികെ ബാക്കിയുള്ള 5 സഭകളോടും യേശു ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് റിപ്പന്റ്, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. പ്രത്യേകിച്ച് എഫെസോസിലെ സഭയോട് കർത്താവ് പറയുന്നുണ്ട്, നീ എവിടെ നിന്നും വീണിരിക്കുന്നു. 3 R, ട്രിപ്പിൾ R ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ. എവിടെ നിന്നും വീണിരിക്കുന്നു എന്ന് ഓർത്ത്, റിമെമ്പർ. മാനസാന്തരപ്പെട്ട്, റിപ്പന്റ്. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, റെസ്റ്റോർ. റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റെസ്റ്റോർ. അപ്പൊ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാണ് ജീവിതത്തിൽ. നാം ദൈവസഭയുടെ കാര്യമാണ് പറയുന്നത്. യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയുടെ കാര്യമല്ല. അത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടു, മാനസാന്തരപ്പെടുക എന്നുള്ളത്. ഈ മാനസാന്തരം ദൈവസഭയംഗങ്ങളുടെ കാര്യമാണ്. അപ്പൊ ഈ മാനസാന്തരം തുടർമാനമായി ഉണ്ടായിരിക്കേണ്ടതാണ്. നാം രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരാം. അതുകൊണ്ട് ആ ഭക്തൻ പാടിയത്, താഴ്ചകൾ വീഴ്ചകൾ വന്നിടും വേളയിൽ. നമുക്ക് സംഭവിക്കാം. Because we are in this fallen flesh, it is possible we may simply bow to sinful attractions. പാപത്തിന്റെ ആകർഷണീയതകളിലേക്ക് നമ്മളൊന്ന് വഴുകിക്കൊടുക്കാൻ, ഒന്ന് കുനിഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്ങാനും വന്നുപോയാൽ നമ്മുടെ തന്നെ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. റിയലൈസ്, repent, remorse, restore and retain. നാം തിരിച്ചറിയണം ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു. റിയലൈസ്. Then we should have a remorse. അത് നിമിത്തം നമുക്ക് ദുഃഖം ഉണ്ടാവണം. Then we should repent. മാനസാന്തരപ്പെടണം. Return and restore. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും യഥാസ്ഥാനപ്പെടുകയും വേണം. സ്തോത്രം. ഇപ്പൊ വെളിപ്പാട് 2:5 തന്നെ എഫെസോസിലെ സഭയോട് പറയുന്ന കാര്യമാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുത്തത്. ബാക്കിയുള്ള 5 സഭകളോടും, പെർഗമോസിനോടും തുയഥൈരയോടും, മീൻസ് എഫെസോസ്, പെർഗമോസ്, തുയഥൈര, സർദീസ്, ലവോദിക്യ, ഈ 5 സഭകളോടും കർത്താവ് പറയുന്നു, മാനസാന്തരപ്പെടുക. സ്തോത്രം.
അടുത്തത് 20-ാമത്തേത്. വാച്ച് ആൻഡ് wake up. വാച്ച് ആൻഡ് wake up. ഉണർന്നിരിക്കുക, അല്ലെങ്കിൽ ജാഗ്രത ഉള്ളവരായിരിക്കുക. സുബോധമുള്ളവരായിരിക്കുക എന്നൊക്കെ അതിനർത്ഥം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3:3 സർദീസിലെ സഭയോട് കർത്താവ് പറയുന്നു, സ്തോത്രം, എന്ത് ചെയ്യണമെന്ന്? ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കുക. wake up. ഓക്കെ, ചിലർക്ക് 20 ആയി കാണത്തുള്ളൂ, ചിലർക്ക് 21 ആയി ഉണ്ടാവും അല്ലേ? ഓക്കെ, അത് നിങ്ങൾ എഴുതിയതുപോലെ ഇരിക്കട്ടെ. പോയിന്റ്സ് എല്ലാം വരുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പൊ നമ്മള് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ജാഗ്രതയുള്ളവരായിരിക്കും, പരിസരബോധമുള്ളവരായിരിക്കുക. ശാരീരികമായിട്ട് ഉറങ്ങരുതെന്നല്ല, അതിന് തടസ്സമൊന്നുമില്ല. അതുകൊണ്ടാണ് 1 തെസലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, നമ്മൾ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും കർത്താവ് വരുന്ന സമയത്ത് നമ്മൾ കർത്താവിനുള്ളവരാണെങ്കിൽ പൊക്കോളും. അപ്പൊ ശാരീരിക ഉറക്കത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉണർന്നിരിക്കുന്നതിനെ പറ്റിയല്ല. ഉറങ്ങാം, ശാരീരികമായിട്ട് ഉറങ്ങാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശരീരത്തിന് ആവശ്യമായ വിശ്രമം നമുക്ക് ലഭിക്കണം. അങ്ങനെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം എടുക്കുന്നത് തെറ്റല്ല. എന്നാൽ ആത്മാവിലുള്ള ഉണർന്നിരിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മാവിൽ ഉള്ള സുബോധം, ഉണർന്നിരിപ്പ്. ലോകത്തിന്റെ സുഖങ്ങളിൽ, താൽക്കാലിക നേട്ടങ്ങളിൽ ഒന്നും നാം മതിമറന്ന്, നമ്മുടെ നിലയും നമ്മുടെ വിലയും മറന്ന് ഇടപെടരുത്. നമ്മള് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം പഠിച്ചപ്പോൾ ഉണർന്നിരിക്കുക എന്നതിന്റെ അർത്ഥമൊക്കെ അവിടെ വ്യാഖ്യാനിച്ചതാണ്. അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സുബോധത്തോടെ ആയിരിക്കുക. ബി ഇൻ വൺ സെൽഫ്. സുബോധം വന്നു എന്ന മുടിയൻ പുത്രനെ കുറിച്ച് വായിക്കുന്നതിന് എഴുതിയിരിക്കുന്നത് when he came to himself എന്ന്. അപ്പം be in ourselves. നല്ല ബോധ്യം. ഇത് പകലാണോ രാത്രിയാണോ? ചിലപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് ഒന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഈ മമ്മി എന്താ എന്നെ വിളിക്കാൻ, ഇന്ന് അങ്ങനെ സ്കൂളിൽ പോഞ്ഞ് പെട്ടെന്ന് പല്ല് തേക്കാനൊക്കെ പോകും. പല്ല് തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഉറങ്ങിക്കഴിഞ്ഞിട്ട്. എന്നാലും ശരി, ഇത് സ്കൂളിൽ പോകാനുള്ള നേരമാണെന്നും പറഞ്ഞ് പിള്ളേര് അല്പം കഴിയുമ്പോഴാണ് സുബോധം വരുന്നത്. ഇത് സന്ധ്യയാണല്ലോ,
ഞാൻ ആദ്യകാലത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭകൾ കന്റോൺമെന്റ് ഏരിയയിലായിരുന്നു, പട്ടാള ക്യാമ്പുകളിലായിരുന്നു. അതിലൊരു പട്ടാളക്കാരൻ ഒരു അനുഭവം ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം അവധിക്ക് പോയിട്ട് അവധി ആയതുകൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു ഉച്ച കഴിഞ്ഞ്. അപ്പോഴാ വൈകുന്നേരത്ത് അടുത്തുള്ള പിള്ളേരൊക്കെ കൂടെ കളിക്കാൻ വേണ്ടി കൂടി വിസിലടിച്ചു. ഇദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് മുറ്റത്ത് പോയി അറ്റൻഷനായിട്ട് നിന്നു. പിന്നെ ഓർക്കുന്നത് ഇപ്പൊ അവധിയിലാണല്ലോ എന്ന്. അപ്പൊ വിസിലടി കേട്ടപ്പോൾ അങ്ങനെ അങ്ങ് ആയിപ്പോയി. ആ ഒരു ഉണർവ്, ആ ഒരു ബോധം, താൻ പട്ടാളക്കാരനാണെന്ന് വിസിലടിച്ചാൽ, ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് പടക്കുതിരയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതുപോലെ റിട്ടയർ ആയാലും ആ പഴയ ബാൻഡ് മേളമൊക്കെ കേൾക്കുമ്പം ഇങ്ങനെ താനേ ചുവട് വെക്കും. അപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിലായാലും നാം ആരാണെന്നുള്ള ബോധ്യത്തോടെ നാം കഴിയണം. അതിനെക്കുറിച്ചാണ് എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ലീഹ പറഞ്ഞത്. എന്ത് ചെയ്യണമെന്നാ? സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്രയും നടപ്പാൻ നോക്കുവിൻ. സ്തോത്രം. നിങ്ങൾ എങ്ങനെ ഇരിക്കണം? നിങ്ങൾ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം, ഉറങ്ങുന്നവരായിട്ടല്ല. അപ്പൊ നമ്മൾ ഉറങ്ങാതെ ഉണർന്ന് ഉത്തരവാദിത്വ ബോധമുള്ളവരായി, നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ബോധ്യമുള്ളവരായി, സുബോധത്തോടെ ആയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. in Neville, when he came to his senses. മുടിയൻ പുത്രന് സുബോധം വന്നു എന്ന് പറയുമ്പോൾ അവൻ തന്നിലേക്ക് തന്നെ മടങ്ങി വന്നു, തനിക്ക് സെൻസസിലേക്ക് ബോധമുള്ളവനായിട്ട് തീർന്നു. അപ്പൊ നാമും ഉണർന്നിരിക്കുക. ഒത്തിരി ഭാഗത്ത് ഉണർന്നിരിക്കുക എന്ന ആഹ്വാനം, കൽപ്പന നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ആരാണ്, എവിടെയാണ്, എപ്പോഴാണ് എന്നൊക്കെയുള്ള തികഞ്ഞ ബോധ്യം. അപ്പോൾ നമ്മൾ ആ സ്ഥിതി വിട്ടുപോകത്തില്ല. അതാണ് 20 അല്ലെങ്കിൽ 21-ാമത്തേത്. അടുത്തത്, ഹോൾഡ് ഫാസ്റ്റ് ദ സ്പിരിച്വൽ വാല്യൂസ് ഓർ സ്പിരിച്വൽ വെർച്യൂസ്. ആത്മീയ മൂല്യങ്ങളെ തള്ളിക്കളയാതെ മുറുകെ പിടിക്കുക. അതും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കണ്ടതാണ്. 2:25 and 3:11. Revelation 2:25 and 3:11. 2:25 വെളിപ്പാട് 3:11 ഭാഗങ്ങളിൽ നിന്ന് കണ്ടു. നിനക്കുള്ളത് ആരും എടുത്തു കളയാതിരിപ്പാൻ ഉള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. അന്ന് അതിന്റെ വിശദീകരണവും നമ്മൾ പഠിച്ചതാണ് ഒന്നിലധികം സെഷൻസിൽ. ആത്മീയമായി നമുക്കുള്ളത് ആരും അപഹരിക്കാതിരിക്കുവാൻ ആത്മീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം, തള്ളിക്കളയരുത്. എബ്രായർ 10-ാമത്തെ അധ്യായത്തിൽ
32 മുതൽ വാക്യങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ 34, 35 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അത് തോറ്റുപോകലാണ്. നമ്മൾ ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആത്മീയ മൂല്യങ്ങളെ നമ്മുടെ ദീർഘ യാത്രയിൽ തള്ളിക്കളഞ്ഞാൽ അത് പിന്മാറ്റമാണ്, നാശത്തിലേക്കുള്ള പിന്മാറ്റമാണ്. തള്ളിക്കളയരുത്. സ്തോത്രം. അതുകൊണ്ട് ആ ഭക്തൻ പാടിയത്, പോർക്കള മുൻപിൽ പിന്മാറുകയോ പടിവാതിലിൽ ഇനി ഞാൻ തളരുകയോ പാടില്ല. പൗലോസ് പറയും പോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനു വേണ്ടി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ പിൻപിലുള്ളതിനെ മറക്കുക. ഒറ്റ ലക്ഷ്യത്തോടെ മുൻപോട്ട് പോവുക. ആ പോകുന്ന പോക്കിൽ എന്ത് ചെയ്യരുത്? ഇപ്പോൾ കയ്യിലുള്ളതൊന്നും കളഞ്ഞു പോകരുത്. നമുക്ക് കൈമോശം വരരുത്. We should not give up the Christian values we were holding on for past some years or times. Sometimes we cannot see any profit of holding these things fast. But of course, there is a reward for them, and we should not reject those rewards. ഇത് മഹാപ്രതിഫലമുള്ള ധൈര്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ മൂല്യങ്ങൾ നിമിത്തം നമുക്ക് നേട്ടമൊന്നും ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ ഈ മൂല്യങ്ങൾ നിമിത്തം നമുക്ക് നഷ്ടമായിരിക്കും. എടുത്തു പറയത്തക്ക ലാഭമൊന്നും കാണില്ലായിരിക്കാം. എന്നാലും ശരി, എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. സ്തോത്രം. ഞാനും എൻ്റെ പെങ്ങളും കൂടെ ഒരിക്കൽ തിരുവല്ലയിൽ ഒരു സ്ഥലത്ത് ബസ് കാത്തു നിൽക്കുക. അടുത്തുള്ള കടക്കാരോട് പോയി ചോദിച്ചു, ഇന്നിടത്തേക്കുള്ള ബസ് ഉണ്ടോ? പറഞ്ഞുകൊണ്ട് വരും. വരുമോ? വരും. എപ്പോൾ? ഇന്ന സമയത്ത്. എവിടെ സ്റ്റോപ്പ്? ഇന്നിടത്ത. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക. അവിടെ നിന്ന് കുറേ നേരമായി. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, വരുമോ? അവര് പറയുന്നുണ്ട് വരും. ഞങ്ങൾ കുറേ നിന്നു. ഞങ്ങൾ പറഞ്ഞു, എന്നാ ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം. അങ്ങോട്ടെങ്ങാനും പോയിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ഓട്ടോയോ എല്ലാം പിടിച്ചങ്ങ് പോവാം. ഞങ്ങൾ പതിയെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. സ്റ്റോപ്പ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്കിനും വണ്ടി വന്നു. ഞങ്ങളെ കൈ കാണിച്ച് നിർത്തിയില്ല. അവൻ മറ്റേ സ്റ്റോപ്പിൽ നിന്നിട്ട് പോയി. അത്രേ നേരം നിന്നിട്ട് ആ കൃത്യസമയം വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി. നമ്മൾ പലപ്പോഴും ക്രിസ്തീയ മൂല്യങ്ങളെ പിടിച്ചു വെക്കും.
എന്നാൽ നമുക്ക് വലിയ നേട്ടമുള്ളതായിട്ടൊന്നും തോന്നത്തില്ല. ഓ, എന്നാ പിന്നെ ഇതും പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെടുക്കാനെന്നും പറഞ്ഞങ്ങ് കളയും. വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് നിനക്കുള്ളത് ആരും എടുത്തുകൊള്ളാതിരിക്കേണ്ടതിന് നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ മൂല്യങ്ങളെയും മുറുകെ പിടിക്കണം. ആ വെർച്യൂസ്, ആ മൂല്യങ്ങളെ വർദ്ധിപ്പിച്ചു വരേണ്ടതിനെ കുറിച്ച് പത്രോസ് ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 2-ാം ലേഖനം, 2 Peter chapter 1, അതിന്റെ 5 മുതൽക്കുള്ള അല്ലെങ്കിൽ 4 മുതൽക്കുള്ള 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. സ്തോത്രം. അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ചു, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. സ്തോത്രം. ഉള്ളത് കളയാതെ പിടിച്ചുകൊണ്ടാൽ മാത്രം പോരാ, അതിൽ നമ്മൾ വർധനവ് വരുത്തുകയും വേണം. ഈ ഭാഗങ്ങളൊന്നും വ്യാഖ്യാനിക്കാൻ നമ്മൾ നിൽക്കുന്നില്ല ഇവിടെ. എങ്കിൽ പിന്നെ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒത്തിരി അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഇത് സൂചിപ്പിച്ചു മാത്രം അങ്ങ് വിടുന്നതേ ഉള്ളൂ. ഹോൾ ഫാസ്റ്റ് ക്രിസ്ത്യൻ വാല്യൂസ് ആൻഡ് വെർച്യൂസ് വി ഹാവ്. ആദ്യ നാളുകളിൽ വിശ്വാസത്തിൽ നമ്മൾ വന്ന സമയത്ത്, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ സമയത്തൊക്കെ വളരെ വിലപ്പെട്ടതായി കണ്ടിരുന്ന പലതും പിന്നീട് ചിലപ്പോൾ കൈമോശം വന്നതായിട്ടുണ്ടാകാം. വിശ്വാസം, വിശുദ്ധി ഒക്കെ അങ്ങനെ സംഭവിക്കുവാനിടയുണ്ട്. ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഉപവാസമോ പ്രാർത്ഥനയോ അങ്ങനൊന്നുമുള്ള ഒന്നുമില്ല, വളരെ ആർഭാടത്തോടെ തിന്നുകുടിച്ച് മതിച്ചിങ്ങനെ പോകുന്നു. ഇനി ഞങ്ങളുടെ ഉപദേശിമാരുടെ കാര്യം തന്നെ പറയാം കേട്ടോ. ഉപദേശിമാരിൽ തന്നെ വിശ്വാസികളുടെ കാര്യം തൽക്കാലം കൊണ്ട് മാറ്റിവെക്കാം. പക്ഷേ അവരുടെയൊക്കെ ശുശ്രൂഷകൾ വിജയത്തിൽ നിന്നും വിജയത്തിലേക്കാ. വേറെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, മിക്കവാറും ഉപവാസവും പ്രാർത്ഥനയും ലളിത ജീവിതവും ഒക്കെയാ. ഇതിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയില്ല. ഇത് കണ്ട് വേറെ ചില ദൈവദാസന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിലേതാ ഇപ്പൊ ശരി? ഞാനിപ്പോ കൺഫ്യൂഷനില്ല. ആ പുള്ളിയെ പോലെ കാൽ തട്ടിപ്പും മുക്കാൽ വെട്ടിപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണോ? ഒരു കുഴപ്പമില്ല. സ്റ്റേജിൽ കയറി നിന്നാൽ ഉണ്ട്, ഇളക്കാം. സഭാ നേതൃത്വത്തിന് പ്രിയങ്കരനാ, സഭാ വിശ്വാസികൾക്ക് വളരെ പ്രിയമാ, ചോദിച്ചു വാങ്ങിക്കുക ഈ പാസ്റ്റർ. പക്ഷേ ആളിങ്ങനെയാണെന്ന് അദ്ദേഹത്തിനും അറിയാം, നമുക്കും അറിയാം. എന്നതാ ഈ പുള്ളി, എല്ലാരും പറയും ആള് പാവമാ, ശുദ്ധനാ, നിഷ്കളങ്കനാ, വിശുദ്ധനാ, നീതിമാനാ. പക്ഷെ ആർക്കും വേണ്ട, ഒരു വാല്യൂവില്ല. അപ്പൊ പിന്നെ മറ്റേതുപോലെ തന്നെ ഒന്ന് ആകാൻ ഒരു ചെറിയ താല്പര്യം, മനസ്സില്ലാ മനസ്സോടെ ഇത്ര നാളൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന മൂല്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വെച്ച് മുമ്പോട്ട് പോകാൻ ഒരു പ്രലോഭനം. അരുത്, മുറുകെ പിടിച്ചുകൊള്ളുക. മൂല്യങ്ങളെ വിട്ടുകളയരുത്. സ്തോത്രം. മൂല്യങ്ങളെ വിട്ടുകളയരുത്.
സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആസാഫ് പറഞ്ഞ പോലെ ആവും. ആസാഫ് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചായിരുന്നു. ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വ്യർത്ഥമത്രേ. പക്ഷേ അടുത്ത നിമിഷം താൻ തിരിച്ചറിഞ്ഞു. ആദ്യം പറഞ്ഞ ദുഷ്ടന്മാരെ പോലെ ആകാൻ, എന്നാ പിന്നെ ഇതൊന്നും കാര്യമില്ലെന്നും പറഞ്ഞ് അവരെ പോലെ ആകാൻ ഒരു ചുവടുവെപ്പ് നടത്തി. പക്ഷെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്റെ തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ്. ദ്രോഹം ചെയ്തേനെയായിരുന്നു. സ്തോത്രം. അപ്പം ആസാഫിനെ പോലെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും നാം ആ മൂല്യങ്ങളെ വിട്ടുകളയാതെ മുറുകെ പിടിച്ചുകൊള്ളണം. സ്തോത്രം. നിത്യത വരെയും അതിനെ മുറുകെ പിടിക്കുക. അതിനൊരു പ്രതിഫലമുണ്ട്, നിശ്ചയം. സ്തോത്രം. ആ പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയരുത്. പ്രൈസ് ഗോഡ്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം? എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം, സമയം നമ്മുടേതാകുന്നു. ബി ഡിവോറ്റഡ് ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ട ഒരു വാക്യമാണ് ലൂക്കോസ് 21:36 വാക്യം. ലൂക്ക് 21:36. വേറെ ഒത്തിരി ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിനും എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. കണ്ടോ? സദാകാലവും ഉണർന്നും. നമ്മൾ മുമ്പേ ഉണർവിനെ കുറിച്ച് കണ്ടു. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വെറും പൊത്തുവരുത്തം മാത്രമുള്ള ഒരു ക്രിസ്ത്യാനി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. ഞാൻ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കകം, ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ, ഫെബ്രുവരിയുടെ അവസാന ദിവസമാണല്ലോ ഇന്ന്, ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഞാൻ ചില വ്യക്തികളെ അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് അല്പം ആഴത്തിലിറങ്ങി മനസ്സിലാക്കി. പ്രാർത്ഥനാ ജീവിതം എന്ന ഒരു സംഭവമേ ഇല്ല. പ്രാർത്ഥനാ ജീവിതമേ ഇല്ല. ചിലര് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ മാത്തനിതാ മലക്കുന്നു കാത്തുകൊള്ളണേന്നും പറഞ്ഞൊരൊറ്റ കിടപ്പ. രാവിലെ എഴുന്നേറ്റു, ആ ഉറക്കപ്പിച്ചെ തന്നെ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് 2 വാക്ക് തീർന്നു. ഈ പ്രാർത്ഥനാ ജീവിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ബ്രത്ത്, ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. പ്രാർത്ഥനാ ജീവിതം കൂടാതെ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ പറ്റില്ല. ദൈവിക ബന്ധമുണ്ടാവില്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ പരാജയമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഇന്ന് നമുക്ക് ഒന്ന് മടങ്ങി വരാം പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്. പ്രാർത്ഥന എന്ന് പറയുന്നതും വെറുതെ എന്തെങ്കിലുമൊക്കെ നേടാനുള്ളതിന്റെ ലിസ്റ്റ് പറയുന്നതല്ല.
നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് പറയുക, പങ്കുവെക്കുക, പകരുക, ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കുക. ദൈവീയ കൂട്ടായ്മ. നമ്മുടെ ആവശ്യങ്ങളെ ഇന്നത് തരണേ 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 എന്ന് പറയുന്നതല്ല പ്രാർത്ഥന. ചോദിക്കാം, നമുക്ക് അത് അപേക്ഷകൾ കഴിക്കാൻ പ്രാർത്ഥനയിൽ അനുവാദമുണ്ട്. ദൈവത്തോട് ചോദിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. പക്ഷെ ആ ചോദിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാം. സ്തോത്രം. യേശു കർത്താവാണ് നമുക്കതിന് മാതൃക. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഒരു യേശു, അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച യേശു, ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ച യേശു, ആവശ്യങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ച യേശു, സന്തോഷത്തിൽ പ്രാർത്ഥിച്ച യേശു, നേട്ടത്തിൽ പ്രാർത്ഥിച്ച യേശു, വിഷാദത്തിൽ പ്രാർത്ഥിച്ച യേശു, പ്രലോഭനങ്ങളിൽ പ്രാർത്ഥിച്ച യേശു, പരീക്ഷകളിൽ പ്രാർത്ഥിച്ച യേശു, വിജയത്തിൽ പ്രാർത്ഥിച്ച യേശു. നമുക്ക് ആ മാതൃകയെ പിൻപറ്റാം. ബാക്കിയുണ്ട്. അത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ആകാം. ഇപ്പോൾ എത്ര കാര്യമായി? 22, 23? 23. സ്തോത്രം. ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകേണ്ടതിന്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതിന് നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്.